യെശയ്യാ പ്രവചനം 62-ാം അധ്യായം 3-ാമത്തെ വാക്യം. യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയും ആയിരിക്കും. സിയോനെക്കുറിച്ച് പ്രവചനാത്മാവിൽ പറയുന്ന ഒരു വാചകമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. എന്നാൽ നമ്മളുടെ സാഹചര്യത്തിൽ നമ്മളോടാണ് ദൈവം അത് പറയുന്നത് എന്ന് നാം ചിന്തിച്ചാൽ എത്ര അനുഗ്രഹിക്കപ്പെട്ട ആളുകളാണ് നാം. കാരണം യഹോവയുടെ കയ്യിൽ ഭംഗിയുള്ള കിരീടമായി നമ്മെ ദൈവം രൂപാന്തരപ്പെടുത്തുന്നു എന്ന് വരികിൽ അത് എത്ര അനുഗ്രഹമാണ്. മാത്രവുമല്ല, ദൈവത്തിന്റെ കയ്യിലുള്ള രാജമുടിയായി നാം മാറുന്നു എന്ന് പറയുമ്പോൾ അതിലെ അർത്ഥം എത്ര ഉന്നതമാണ്. ഈ ലോകത്തിൽ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത് മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ വേണ്ടിയാണ്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചില സ്വാധീന ശക്തിയാകുവാൻ വേണ്ടിയാണ്. ആകയാൽ നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു സ്വാധീന ശക്തിയായി ജീവിക്കുവാൻ, മറ്റുള്ളവരോട് അനുകമ്പാപൂർവ്വം ഇടപെടുവാൻ യഹോവയുടെ കയ്യിൽ ഭംഗിയുള്ള ഒരു കിരീടവും ഭംഗിയുള്ള രാജമുടിയുമായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മേവരെയും അനുവദിക്കട്ടെ.